ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന എനിക്ക് പറഞ്ഞു തന്നോളൂട്ടാ. അങ്ങനെ അമ്മ പോവാ. ഈ വട്ടേ എന്താ പറയാ, എല്ലാ വട്ടവും വെക്കേഷൻ വരണോട്ടെ. കണ്ടോ റോഡിൽ അതേപോലെ തന്നെ വെള്ളം നിൽക്കും. അപ്പം അതും കൂടി ഇതിൽ കൂട്ടി നടാ. ഇപ്പൊ കൂർക്ക തല നടുമ്പോൾ ഇപ്പോഴും നമ്മൾ 4 തല വെക്കണം ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയണില്ല. അതാണ് ഏറ്റവും സങ്കടം. നിൽക്കണ്ടോ എത്ര എണ്ണാന്ന് അറിയണ്ടാവണേ കേട്ടോ. ഇനി നമുക്ക് തിന്നാം. അപ്പൊ ഇത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെന്ന്. ദോശയാണ്. അപ്പം എന്തായാലും രാവിലെ തന്നെ ഒരുവിധം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ ദോശയിലേക്കായി കാരണം ചട്നിയും ചമ്മന്തി ആക്കി. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എല്ലാ ദിവസത്തെ പോലെ വലിയ സന്തോഷമൊന്നുമില്ല കേട്ടാ ചായ കുടിക്കാതിരിക്കുമ്പോഴേ. കാരണം അമ്മ ഇന്ന് പോവാന്ന് പറയാ. കുറേ ദിവസമായല്ലോ. അപ്പം അമ്മ പറയാ ഇന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കണേ. കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നല്ലോ, ഞാൻ പോട്ടെ. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് പനി വന്നേ. അപ്പോൾ അല്ലെങ്കിൽ അമ്മ 2 ദിവസം മുന്നേ പോയാലേ. ഞാൻ പിടിച്ച് നിർത്തി. അങ്ങനെ 2 ദിവസം കൂടി കിട്ടിയാൽ മേലെ. അപ്പം ഇന്ന് അമ്മ പോവും. അമ്മയുടെ മുഖത്ത് ഉഷാറുണ്ട്. 2 ദിവസം പനി മാറിയെങ്കിലും കൂടിയിട്ട് മുഖത്ത് ആ ഒരു ഉഷാറാണ് വന്നിട്ടില്ല അമ്മയ്ക്ക്. ഞാൻ ഒരുപാട് ഇട്ടൂല ചട്നി. ഞാൻ മറന്നു. അമ്മ പോണേൻ്റെ ആ ഒരു ഓർമ്മയിൽ 2ാമത് ചട്നി ഇട്ട് കൊടുത്തു. ചായയുടെ അതൊക്കെ കേട്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എന്തൊരു വേഗം പനി വരുമ്പോഴേക്കും അമ്മ പഞ്ചറായി പെട്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ലെങ്കിലും ആ ക്ഷീണം മാറത്തിന് സമയം എടുക്കും. നമ്മൾ ഏതാ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടാ. ഈ പറമ്പിലേക്ക് നമ്മൾ വരാൻ നോക്കുമ്പോൾ ആദ്യം വരുന്ന ആളാണത് അംബ്രൂസ് ടൈസ്. വേലിക്കുട്ടി പിന്നെ അങ്ങോട്ട് ഓടിയുണ്ട്. അവൾക്ക് ആകെ ഒന്ന് ടെസ്റ്റ് ചെയ്യണല്ലോ. അല്ലാണ്ട് ഓടാൻ നടന്നു. അയ്യോ, അവിടെ നിന്ന് വന്നപ്പോഴേക്ക് അംബ്രൂസിന് ദാഹിച്ചു തോന്നുന്നുണ്ട് വെള്ളം കുടിക്കണേക്ക് അവൻ. അപ്പം ഞാനേ ഇന്ന് ഈ പറമ്പിലേക്ക് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാറുണ്ട്. മെയിനായിട്ട് ചീര. അപ്പം അമ്മ ഒന്ന് പോവാമല്ലോ. അപ്പം അമ്മയ്ക്കും കുറച്ച് പുറത്തേക്ക് ചീര എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ. അപ്പം അത് കരിയട്ടെ. നമ്മുടെ പറമ്പ് ഇപ്പോഴേ എന്താ പറയുക, ചവറ് കൊഴിഞ്ഞിട്ട് മാവുമ്പത്തെ ചവറ് കൊഴിഞ്ഞിട്ട് ചവറിന് അടിയിൽ നോക്കിയേ എന്തുമാതിരി ചവറിന്ന് കണ്ടോ. പുല്ലല്ലേ ചവറ്. ഇനി ചവറടിച്ച് കൂട്ടേണ്ടി വരും. അപ്പോൾ ആ ചീര നോക്കിയേ. നല്ല അരിയാണ് നമുക്ക്. ചീര ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഉണ്ട് കുറേ അരിയാനായിട്ട്. ഇന്ന് ശരിക്ക് ഒരു ഉഷാറ് കുറവാട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമ്മ പോവാന്ന് പറയണ കാരണം എന്താണെന്ന് അറിയില്ല. മൊത്തത്തിൽ ഭയങ്കര ഒരു മൂഡ് ഓഫ്. ഇന്ന് എണീറ്റപ്പോൾ തൊട്ട് കിട്ടണില്ല. ആ ഒരു എനർജി കിട്ടാത്ത പോലെ തോന്നുക. കാരണം അമ്മ വരാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. പോവാന്ന് പറയുമ്പോഴേക്കും തുടങ്ങും. 2 ദിവസം മുന്നേ തന്നെ തുടങ്ങും കേട്ടാ അതിൻ്റെ ഒരു ഉഷാറ് കുറവ്. നോക്കിയേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടി തന്നില്ലേ നമ്മുടെ അമ്മരമ്മ ഇത് പൂവുണ്ടായിട്ടുള്ളത്. ഇതേ പൂവൊന്നും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ കായാവാനുള്ള സാധ്യതയുണ്ട്. ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഈ അമര വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊള്ളിത്തറികൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, താങ്ങ്. അപ്പം അതും കൂടി ഉള്ളത് നന്നായി തോന്നണം എനിക്ക്. പിന്നെ നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കണ്ട ഒരു ഗ്രില്ല് അടിച്ചതും. അപ്പം അത് കാരണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചീര അരിയാം. നമുക്കൊരു പപ്പായം പൊട്ടിക്കാനുണ്ട്. അപ്പം ആദ്യം ചീര അരിയാട്ടെ നമുക്ക്. നമ്മുടെ ഈ ചീര നോക്കിയാൽ 10 അടി ചീര ഇപ്പോഴും നിൽക്കണേ. ഈ ചീരമത്തെ കതിരൊക്കെ വീഴുമ്പോഴാണ് നമുക്ക് ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് വേനലിൽ നമ്മളിങ്ങനെ കൊത്തി കളച്ച് തുടങ്ങില്ലേ. അപ്പം നമ്മൾ പറയില്ലേ നമ്മുടെ ഇവിടുത്തെ ചീര അത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങനത്തെ കടയമ്മത്തെ വിത്തുകൾ വീഴുന്ന കാരണമാണ് അങ്ങനെ ഉണ്ടാവണത്. പിന്നെ നമുക്ക് നോക്കിയേ, നമ്മൾ ക്യാരറ്റൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ഇതൊക്കെ ക്യാരറ്റിൻ്റെ കട കണ്ടോ. ഈ മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യേണ്ടത്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു നോക്കിയിട്ട് പറമ്പിലേക്ക് വന്ന് പുല്ല് ഇതിൻ്റെ ഇടയിലത്തേക്ക് വലിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും മഴ തുടങ്ങും. ഇന്ന് രാവിലേക്ക് ഒരു നല്ല മഴയായിരുന്നു കേട്ടാ. പിന്നെ എന്നിട്ട് റാഡിഷ് എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഒരു വെള്ള കളറിലേതേ നമ്മുടെ ക്യാരറ്റിൻ്റെ പോലെ. ഇതേ കണ്ടോ, ഇതാണ് റാഡിഷാണ് ഈ നിൽക്കുന്നത് കേട്ടാ. അപ്പം നമുക്ക് ചീര അരിയാം. അപ്പം നമുക്ക് ചീരയ്ക്ക് അരിയണേക്കാളും മുന്നേ കുറച്ച്
ചെറിയൊരു കാര്യം, അതായത് നമ്മളിവിടെ പയർ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ പയറിന് വെണ്ണീർ ഇട്ട് കൊടുക്കാറായുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അരിയാനൊക്കെ ആയിട്ട് നിൽക്കാം. പേളിക്കുട്ടിയെ നീ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കി നടന്നോളൂ കേട്ടോ. പേളിക്കുട്ടിയെ അവളെല്ലാവരുടെ മുക്കിലേക്ക് അന്വേഷിക്കാൻ പോവും. അമ്പ്രസൂട്ട് അധികം പോണ്ടാട്ടോ, ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. അമ്പ്രസൂട്ട് അവൾ പോയി നോക്കിയിട്ട് വരട്ടെ. അമ്പ്രു വായു ചവറ. എനിക്ക് തോന്നണേ പുല്ലിനേക്കാളും പേടിക്കേണ്ടത് ചവറിനെയാന്ന് തോന്നുന്നുണ്ട്. ചവറ് ഇങ്ങനെ കെടുക്കല മുകളിൽ എപ്പോഴെങ്കിലും ഒരു ഒഴിവാണ് നേരത്തെ വന്നിട്ടാണ് ചവറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടാൻ. പിന്നെ നോക്കിയാൽ നമ്മുടെ പയർ നമ്മൾ അന്ന് നട്ടത് കാട്ടിയില്ലേ, കണ്ടോ 2 ഇല വന്നു കൂട്ടാ. അയ്യോ പേളിക്കുട്ടി ഓടി. ഇതെന്താന്നാണ് അതെ, ഇതാണ് വെണ്ണീർ. ഓ സമാധാനം, എല്ലാം അറിയണം അവൾക്ക്. അപ്പം നമ്മൾ കട തൊടാതെയാണ് വെണ്ണീർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ഷായേട്ടൻ പറഞ്ഞേ 2 പ്രാവശ്യം മണ്ണിട്ട് കൊടുക്കാന്ന്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഷായേട്ടൻ മണ്ണിടും. അത് കഴിഞ്ഞ് വീണ്ടും ഇത്തിരി കൂടി വലുതാകുമ്പോൾ വീണ്ടും ഇട്ട് നമ്മൾ മഴ വരാടെ പുറപ്പെടാൻ തുടങ്ങി. കട തൊടില്ല. ഇപ്പം പിന്നെ മഴ പെയ്യണ കാരണം അത് ഇത്തിരി കടയുമായാലും കുഴപ്പമില്ല, വേഗം അങ്ങോട്ട് പൊക്കോളൂ. പേളിക്കുട്ടി കണ്ട് ചവിട്ട് സ്ഥലം അതേ ഒരു പയർ കണ്ട. നമ്മൾ പയറിൻ്റെ ആകെപ്പാട് ചെയ്യുന്ന കാര്യം പറയുന്നത് ഈ വെണ്ണീരുള്ള മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. വേറെ കാര്യങ്ങൾ വേറെ ചെയ്യില്ല. വെണ്ണീരിട്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് മണ്ണിടും. അപ്പോൾ ഞാനാണെങ്കിൽ കേട്ടോ നമ്മുടെ കഴിഞ്ഞു ആ ചീരരിയായിട്ട് പോയിട്ട് പേളിക്കുട്ടി എല്ലായിടത്തും പോയി കാര്യം ഇഷ്ടതേ വീണ്ടും അടുത്തേക്ക് എത്തി. നമുക്ക് ഇപ്പോഴേ നല്ല മഴ തുടങ്ങിയിട്ടാ. ഇന്ന് രാവിലെ നല്ല മഴയാ. കാലത്ത് രാത്രിയിലാണ് മഴ കൂടുതൽ. ഇപ്പോൾ ഷായേട്ടനെ പയറിന് മണ്ണിട്ട് തുടങ്ങിയിട്ടാ. ഷായേട്ടനെ കൈക്കോട്ട് കൊണ്ട് മണ്ണിടുമ്പോൾ വേണ്ട നോക്കിയേ, ഒരു പയറിൻ്റെ കടയ്ക്ക് ഒരു അനക്കും വരില്ല. അതേപോലെ അടുക്കായിട്ടിടുക. നമുക്ക് ഇപ്പോഴും ഇപ്പം മഴ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് കേട്ടാ. പെയ്തോണം പെയ്യണില്ല എന്നുള്ളൂ, പക്ഷെ നല്ല മഴയുണ്ട് നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്രയും ചീര കിട്ടാന്ന് പറഞ്ഞത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇലയിൽ കുത്തും അങ്ങനെയൊക്കെ ആയിട്ട് വന്നു തുടങ്ങും. ആയിട്ടില്ല അങ്ങനെയൊന്നും. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ പപ്പായും കൂടി പൊട്ടിക്കാം, ഒപ്പം നമ്മുടെ വെണ്ടക്കായും പൊട്ടിക്കാം. പിന്നെ ആ ഷായേട്ടനെ നോക്കിയാൽ പയർ മഴയിട്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടാ. ഇത് നോക്കിയേ, ഈ 2 തരത്തിലും എന്താ മണ്ണിൽ കഴിഞ്ഞു എന്താ. മഴ പെയ്തായിരുന്നേ
ഭയങ്കര ഈസിയാണ് കളിക്കാൻ. അത് കളിക്കേണ്ട കാര്യമില്ലേ, വെറുതെ കോരിയിട്ട് വേണമെന്ന്. ഒരു പണിയെടുക്കുമെന്ന് തോന്നുന്നില്ല. വയർക്കണില്ല അല്ലേ? മറ്റത് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും വയർക്കും. എങ്ങനെ തൊട്ട് വേണ്ടോ? സമയമുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊള്ളിക്കും കൂടിയും വെണ്ണൂറ് കേട്ടോ. ആ ഞാനിടാ പോയിട്ട്. എന്നൊക്കെ നമ്മൾ സാധാരണ പയറ് നടുമ്പോൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടി നിരത്തണം. ഇങ്ങനെ ഇതൊന്നും വേണ്ട. നോക്കിയ നമ്മുടെ കൈമ നോക്കിയേ, ഒരു പൊടി മണ്ണ് കൈമ ഒരു അഴുക്കാവാണ്ട് തന്നെ കൈക്കോട്ടുണ്ട് കൈക്കോട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടു. ശരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇട്ടു. വേണ്ട ഒരു കടയിൽ നിന്ന് ആശാവില്ല. നല്ല രസമായിട്ട് കിടക്കും. കൈമ അഴുക്കും വരില്ല. അത്ര സിമ്പിളായിട്ടുള്ള പണിയാണ് ഈ മണ്ണില്. മഴ പെയ്തപ്പോഴേക്കും അവരിതാ ചെരിഞ്ഞു തുടങ്ങി. അപ്പം ഉള്ളത് പൊട്ടിക്കാം. ഇനി കിട്ടാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ, വല്ല വരലില്ല ഉണ്ടാവുന്നതൊക്കെ കിട്ടുള്ളൂ. കത്തി എടുക്കേണ്ടതായിരുന്നു. അപ്പം നോക്കിയേ, ദേ എത്രയും വെണ്ടക്കായി ആട്ടോ നമ്മൾ പൊട്ടിച്ചത്. നമ്മുടെ ഈ പപ്പായില്ലേ, ഒരു പപ്പായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കഷ്ണങ്ങളുണ്ടാവാന്നറിയോ? കണ്ടോ, നല്ല നീളല്ല പപ്പായ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു പപ്പയത് കഴിഞ്ഞ വർഷം നിൽക്കണില്ല, ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ അന്ന് നട്ട് കൊള്ളിത്തറി കേട്ടാ. ഇപ്പം നോക്കിയേ, കണ്ടോ, നമ്മൾ ഇതേപോലത്തെ 2 ഇലകൾ മാത്രമേ നിർത്തുള്ളൂ. ബാക്കി ഇതാ ഇതിനിപ്പോൾ ഇതേ 3 ഇലയുണ്ട്. അപ്പം നമ്മളിതാ ഒരില പൊട്ടിക്കളയിട്ടാ, 2 ഇല മാത്രം നടത്തി കൊണ്ടുള്ളൂ. അപ്പം ഇതിൻ്റെ കരക്കേക്ക് സൈഡിൽ വെണ്ണീര് തുടക്കാമല്ലോ. അല്ല അപ്പം പിന്നെ സൈഡിൽ മണ്ണിടാലോ. ഒരുവിധം പുല്ല് ഞാൻ വലിച്ചിട്ടുള്ളൂ, അത് മതി. കാരണം ഷെഡി അരിവശത്തേക്ക് പുല്ലൊക്കെ ചെത്തി കൂട്ടി വെണ്ണീരിടുമ്പോൾ അതിന് മുകളിലേക്ക് ഇടച്ചേ. അപ്പം ഇനി വെണ്ണീർ കൂടി ഇട്ടേ. പിന്നെ നോക്കിയാൽ നമ്മുടെ ബ്രക്കോളിനൊന്നും ഇനി ഉണ്ടായി കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഇല തോരൻ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് മാത്രം. പക്ഷെ കാബേജ് നോക്കി, ഇവിടെ ഒരു കുട്ടി കാബേജ് ഇത് കണ്ട. നമ്മൾ പയറിന് വെണ്ണീരിട്ട് കൊടുത്തല്ലോ, അതേപോലെ തന്നെയായിട്ട് നമ്മൾ കൊള്ളിക്കയിൽ വെണ്ണീരിടുമ്പോൾ കട തൊടാതെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അകലത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് കൊള്ളി നീളവും വലുപ്പമൊക്കെ വരുന്നിട്ട് പറയുക. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ അവിടെ കൊള്ളി പറിക്കുമ്പോൾ അറിയാമല്ലോ, നല്ല വലുപ്പത്തിലുള്ള കുറേ കൊള്ളികളുണ്ടാവും. അതേപോലെ ഇത് ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ചെറിയൊരു കൊള്ളി മതി എന്ന് വെച്ചിട്ട് അധികം അതിൻ്റെ ഒരു സമയം ആവണേക്കാളും മുന്നേ പറിച്ചതുകൊണ്ട് മാത്രമാണ് ആ ചെറിയ കൊള്ളി ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നല്ല വലുപ്പമുള്ള വലിയ വലിയ കൊള്ളികളാണ് നമുക്ക് ഉണ്ടാവാറ്. അത് ഈ വെണ്ണീർ മാത്രമാണ് നമ്മൾ ഇട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കൊള്ളിത്തറിക്ക് വെണ്ണീരിടൽ കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് ചീര അരിയ, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാനുള്ളതൊക്കെ പൊട്ടിച്ച് വേഗം പോവുക, അത്രയും വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ പയറിനൊക്കെ വെണ്ണീരിടാറായിട്ടെന്ന് തോന്നിയ കാരണം പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്ത കേട്ടോ. പിന്നെ അതോടുകൂടി കൊള്ളിത്തറിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷായിട്ടിനൊപ്പം മണ്ണിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം അമ്മ പോണ കാരണേ ഇപ്പം അമ്മേനെ അവിടെ നിർത്തി ഇന്നിവിടെ വന്ന് കുറേ പണിയാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ നടന്നത്. ഇനിയിപ്പോൾ നമ്മളിതാ പോവഞ്ഞാട്ടാ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ കൊള്ളി കൊടുത്തയക്കുന്നുണ്ട് അമ്മയ്ക്ക്. അത് പക്ഷേ എന്താ പറയുക, ഇന്നലെ പറിച്ച ഒരു കട അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതും കൊടുത്തു വിടണം. നിന്ന് വീട്ടിൽ പോവാം. പെളിക്കുട്ടിയേ വാ, പെളിക്കുട്ടി പോവാ.
നമ്മുടെ ഫ്ലാറ്റിന് കൂട്ടിന് എന്താ പറ്റിയെന്ന് അറിയില്ല, കണ്ട വാലൊക്കെ കണ്ട ഭയങ്കര പേടി. നമ്മളടുത്തിരുന്ന് അവന് കുഴപ്പമില്ല, ഉറങ്ങാൻ വരെ പറ്റില്ല. എല്ലാവരും കെടുക്കുമ്പോഴായാലും അവൻ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളടുത്ത് വന്നിരിക്കും, അപ്പം നമ്മൾ അടുത്ത് വന്നിരുന്ന് അവനൊന്ന് കെടുക്കും. അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇത്. ആളിങ്ങനെ നോക്കി നിന്നിട്ട് ഓടി ഇങ്ങോട്ട് വരും നമ്മുടെ അടുത്തേക്ക്. അങ്ങനെയാ അവൻ്റെ മുഖം കാണുമ്പോൾ വരെ കണ്ട ഭയങ്കര ക്ഷീണം അവന്. എന്താ പറ്റിയെന്ന് ഒരു പിടുത്തൂല. ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ പറഞ്ഞു തന്നോളോ. കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇത് ജനലേക്കൊക്കെ പൊത്തി പിടിച്ച് കയറും അവൻ നമ്മളെ കണ്ടില്ലെങ്കിൽ കരഞ്ഞിട്ട്. ഇപ്പം നമ്മളിരിക്കുകയാണെങ്കിൽ അവന് വലിയ കുഴപ്പമില്ല. അതല്ല നമ്മൾ നീങ്ങിപ്പോണെങ്കിൽ അവൻ കരച്ചിൽ മാത്രമല്ല, നമ്മൾ കിടക്കണ വഴികളിൽ ഗേറ്റ് അതൊക്കെ ചാടി കിടക്കാൻ നോക്കുക, കരയുക. കരച്ചിൽ എന്ന് പറഞ്ഞാൽ തേങ്ങി കരയും. ഇപ്പം എന്തിട്ടാണെങ്കിൽ അവരെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക, നമ്മളടുത്ത് വന്നിരുന്ന കിടന്നുറങ്ങുക. അതല്ലെങ്കിൽ അവൻ ഉറങ്ങില്ല. അപ്പം ഞാനൊക്കെ ഈ ജനലേരെ അവിടെ അങ്ങനെ ഇരിക്കും. എന്താ അവനങ്ങനെ തൊട്ട് അതല്ലേ അവന് ഭയങ്കര പേടി. നല്ല ധൈര്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക്. ആർക്കും ഒരു പേടിയില്ലേ, പടക്കം പൊട്ടുമ്പോൾ പോലും അവർക്ക് പേടിയില്ലാത്തവരല്ലേ. ഉറങ്ങി നോക്കട പൊന്നമ്മോടി ഇരിക്കടാ, കിടക്ക്. ഒന്നിനെ പേടിക്കണേ, കിടക്ക്. ഫ്ലൈറ്റിന് പോലെ ഉറങ്ങി വെക്കോ. അയ്യോ ഇരുന്നുറങ്ങ, കിടക്കാനുള്ള ധൈര്യം വരുന്നില്ല അവന്. നമ്മുടെ ഫ്ലൈറ്റിന് മോനേടാ, അമ്മ ഇവിടെ ഇരിക്കണ്ട. എൻ്റെ മോൻ കിടന്ന് പേടിക്കണ്ട, കിടക്ക്. ഫ്ലൈറ്റിന് വിട്ടാ കിടക്കടാ. അയ്യോ കിടക്ക്, ഉറങ്ങ, കിടക്ക്. അമ്മ ഇവിടെ ഇരിക്കാം, കിടന്നോ. അന്നെ പേടിക്കണ്ട കേട്ടാ, കിടന്നോ, ഉറങ്ങി വെക്കാം. ഇവിടെ ഇരിക്കണ്ട കേട്ടാ. എന്താ ഉറങ്ങിയ ഫ്ലൈറ്റിന് കൂട്ടണേ എന്തോ കണ്ട് വീണ്ടും പേടിച്ചതേ. അവൻ കണ്ട ജനലേടെ അടുത്ത് വന്ന് നിൽക്കണേ. അപ്പം ഞാനിങ്ങനെ തൊട്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അവിടെ പോയിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ പൊന്നോ, നമ്മുടെ പൊന്നിന് ഉറങ്ങാൻ പറ്റണില്ലേ? ഒന്നുമില്ലടെ പൊന്നോ, ഉറങ്ങി വെക്കോ. അപ്പം നമ്മുടെ ഫ്ലാറ്റിന് കൂട്ടിൻ്റെ രാത്രിയിലത്തെ ആ ഒരു ഭാഗം ഞാൻ കാട്ടി തന്നില്ലേ. അപ്പം ഇതാണ് ഇവൻ്റെ ഒരു ബുദ്ധിമുട്ട്, പേടി. അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന വെച്ചാൽ എനിക്ക് പറഞ്ഞു തന്നോളൂ കേട്ടാ. കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഏറ്റവും ധൈര്യമുള്ള ആളായിരുന്നു ഫ്ലൈറ്റിന്. ആ ഫ്ലൈറ്റിനാണ് ഇന്നിപ്പോൾ നമ്മളെ ആശ്രയിച്ച് നമ്മുടെ അടുത്ത് മുട്ടിയിരിക്കുന്നത്. പോലും ഇങ്ങനെ മുട്ടിയിരിക്കുക, ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എന്താ പറ്റി പൊന്നോ? ശാരില്ല കേട്ടാ, ശാരില്ല കേട്ടാ. ഓ അമ്മ പോവാട്ടാ. അമ്മയുടെ സാധനങ്ങൾ ആദ്യം വണ്ടിയിലേക്ക് കയറ്റട്ടെ. അങ്ങനെ അമ്മ പോവാ. ഈ വട്ടേ എന്താ പറയുക, എല്ലാ വട്ടവും വെക്കേഷൻ വരണോട്ടെ. എനിക്ക് അമ്മേൻ്റെ അടുത്തേക്ക് നിൽക്കാൻ വരണമെങ്കിൽ അതേപോലെ തന്നെ വെക്കേഷൻ വന്നു, അമ്മ വന്നു. വിഷമമുണ്ട് കേട്ടോ. കാരണം ഇനി അടുത്തൊരു വെക്കേഷൻ വരണം അമ്മേൻ്റെ അടുത്തേക്ക് നിൽക്കാൻ വരണമെങ്കിൽ. അപ്പോൾ അമ്മേനെ കൊണ്ടാക്കട്ടെ. അപ്പോൾ അമ്മേനെ കൊണ്ടാക്കാൻ പോണത് മോനാണ്. ഞാനും സൈഡിലും പോണില്ല. വാ ഉണ്ണിക്കുട്ടാ, വാ. ശരിട്ടാ. അയ്യോ പറഞ്ഞിട്ടില്ല. അങ്ങനെ അമ്മയും പോയി. ഇനി ഞാൻ പറഞ്ഞ പോലെ അമ്മ അടുത്തൊരു വെക്കേഷൻ, ഞാൻ അടുത്ത വെക്കേഷൻ ഏതാ വരിക? ഓണം വരണം. ഓണത്തിൻ്റെ 10 ദിവസം അമ്മ അങ്ങനെ വരില്ല കേട്ടോ നിൽക്കാനായിട്ട്. ശരിക്കും മെയിൻ വെക്കേഷനിൽ 2 മാസത്തെ വെക്കേഷൻ കുട്ടികളുടെ ആ വെക്കേഷന് കൂടുതൽ അമ്മ എൻ്റെ അടുത്തേക്ക് വരാറ്. പിന്നെ അമ്മയ്ക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല, കാരണം അവിടെ ചേട്ടൻ്റെ ഉണ്ണികളൊക്കെ സ്കൂളിൽ പോകണവരാണ്. അപ്പോൾ അമ്മ ഉള്ളത് അവർക്ക് ഒത്തിരി ഹെൽപ്പാണ്. കാരണം രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉണ്ണികളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അമ്മേനെ കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൾ പറയും അമ്മ നിന്നോ 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും ചേട്ടൻ്റെ വൈഫ്. പക്ഷെ അമ്മയ്ക്ക് സമാധാനമില്ല. അയ്യോ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കും അമ്മ. അതാണ്
നമ്മുടെ ടൈസും കൂട്ടനും പേളിക്കുട്ടിക്ക് അറിയത്ത് നിൽക്കണേൻ്റെ കാരണം എന്താ പറയുക, ഒരു ഫാറ്റ് കൊടുക്കണ കാരണം കേട്ടാ. ആ ചൂടൊക്കെ അല്ലേ, അതിൻ്റെ ഇതിലാണ് അവർ നിൽക്കണേ. പിന്നെ അവർ ഇപ്പോൾ ചൂടില്ലെങ്കിലും ഫാറ്റ് എടുക്ക് ശീലമായി. ഫാൻ വേണമെന്നാ എവിടേക്ക് ഓടി വന്നാൽ അറിയത്ത എടുക്കും. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എ യൂണിക് ഫാമിലി 2.0 വെച്ചിട്ടുള്ള പാചകം എന്ന് പറയുന്നത് ചക്ക പൊതിച്ചോറാണ്. അപ്പോൾ ചക്കക്കുരൊക്കെ അരച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6 തരം വിഭവങ്ങളാണ് നമ്മൾ ചക്ക പൊതിച്ചോറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുന്നത്തെ വീഡിയോകൾ തന്നെയായിരിക്കും എ യൂണിക് ഫാമിലി 2.0 നമ്മൾ ഇടാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുള്ളത് ചക്ക പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല 6 വിഭവങ്ങളാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. ഗീത ലാലൻ, ഹായ് ഗീതച്ചി. സുമ ബാലകൃഷ്ണൻ, ഹായ് സുമേച്ചി. ആശ, ഹായ് ആശ. രജനി, ഹായ് രജനി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ, വയോട്ടാ. അപ്പം ഞാനുണ്ടല്ലോ അതാ നമ്മുടെ ഈ പറമ്പിലേക്ക് പോകുന്നു കേട്ടാ. അപ്പം നോക്കിയേ, നമ്മുടെ ഈ കൊള്ളിത്തറിക്ക് ഞാൻ വെണ്ണീറിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ കണ്ടോ ഷായിട്ട് അതിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ടിട്ട് ആ ഒരു സ്ഥലമായിട്ട് തോന്നില്ലല്ലോ, അത്രയും ഭംഗിയായില്ലേ. കുറച്ച് നേരം കൊണ്ടായിട്ട് ഷായിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പറമ്പിലേക്ക് ഇപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂർക്കത്തല നടാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ വീട്ടിലത്തെ പറമ്പിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചുള്ളൂ ഇങ്ങനെ തല നുള്ളി നടാനായിട്ട്. അപ്പോൾ അതിനൊരു തട ഷായിട്ട് റെഡി ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടാം. കൊടയും കൂടി കൈ പിടിച്ചിട്ട് വന്ന് നോക്കണേ, എപ്പോൾ വേണമെങ്കിലും മഴയും പെയ്യേ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂർക്കത്തല മുളച്ച് നിൽക്കുന്നത് കണ്ട. അപ്പോൾ ഇത് നുള്ളിയിട്ടാണ് നമ്മൾ നടണേ. അപ്പോൾ കൂർക്കത്തല നുള്ളുമ്പോൾ നമ്മളിതാ ഇത്രയും നീളം ഒന്ന് എടുക്കൂട്ടാ. കണ്ടോ, ഈ ഒരു നീളത്തിലായിട്ട് നമ്മൾ നുള്ളിയെടുക്കുക. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒടിക്കുമ്പോഴേക്ക് സുഖമായിട്ട് ഇങ്ങനെ പോരും കണ്ട, ഇതേപോലെ. അപ്പോൾ ഇത് കുറച്ച് നുള്ളട്ടെ കേട്ടാ. ഒരു പിടിയിൽ നട്ടു കൊടുക്കട്ടെ. അപ്പം നമ്മളിത് നടുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു 4 എണ്ണം വെച്ചിട്ട് നടുട്ടാ. കണ്ടോ, ഇതേപോലെ 4 എണ്ണം എടുത്തിട്ട് ഇതാ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ നട്ടു കൊടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നട്ടാലേ നമുക്ക് നമ്മൾ പറയില്ലേ കൂർക്കയൊക്കെ ഇതാ നേരത്തെ വന്നു തുടങ്ങി എന്ന് പറയുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്കും പറിക്കാൻ പറ്റും. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്യാണെങ്കിൽ നല്ലതാട്ടാ. നമ്മുടെ ഈ കൂർക്കത്തലയ്ക്ക് ഇതേപോലെ തന്നെ ഇനി വേര് പിടിച്ചോളൂ. അപ്പോൾ കണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതാ ഒരു 1.25 അടിയിലടിക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ നടണേ. കാരണം ഇത് ഒന്ന് എന്താ പറയുക പൊടിച്ച് വരുമ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 തല ബാക്കി വന്നു. അപ്പോൾ അതും കൂടി ഇതിൽ കൂട്ടി നടാം. ഇപ്പോൾ കൂർക്ക തല നടുമ്പോൾ ഇപ്പോൾ നമ്മൾ 4 തല വെക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ 5 തലയോ 6 തലയൊന്നും കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ ഇതാ ഒരു തടത്തിൽ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കിയേ ഇനിയൊരു തടത്തിലേക്കും കൂടി നടാനുള്ളതുണ്ട്. അപ്പോൾ കൂർക്കത്തല ഈ സമയത്ത് നടാം. കൂർക്കത്തല ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം നട്ടോട്ടാ. ഇനിയിപ്പോൾ ഞാൻ പോവാണ്. അതേ മഴ വരുന്നുണ്ട്. നമ്മുടെ അവിടേക്ക് ഇപ്പോൾ അവിടെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ പഴുത്തിട്ടുണ്ട്. അത് കാട്ടിത്തരാട്ടാ. ഈ വട്ട കിളികൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നെറ്റുന്ന കണ്ടില്ലേ, അത് പൊട്ടിക്കണം. നമുക്ക് ഇന്ന് നന്നായി പഴുത്തുണ്ട്. ഇനി അപ്പം അങ്ങോട്ട് പോവാട്ടാ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തുമ്പോൾ നല്ലൊരു മഴ കേട്ടോ. മഴ പെയ്യുമ്പോൾ നമ്മുടെ റോഡ് ഇങ്ങനെ ഓടും. അത്ര ശക്തിയായിരുന്നു മഴ പെയ്തിരുന്നത്. ഷായേട്ടനെ ഏതാ മഴ പെയ്തിട്ട് റോട്ടിൽ വെള്ളം നിൽക്കുക. വെറുതെ നമുക്ക് ചെയ്ത് നോക്കാവുന്നൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മുടെ റോട്ടിൽ അറിയാലോ മഴ പെയ്ത് തുടങ്ങി ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു ചാല് കോരി ഇതേ സൈഡിൽ കൂടെ ഇങ്ങനെ വിടാനാണ് നോക്കണേ.
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് വെള്ളമാണ് നിൽക്കുക നമ്മുടെ റോട്ടിൽ കണ്ട. ഇപ്പം ഇതാ ഇങ്ങനെ കോരുമ്പോൾ ചാല് പോലെ ആക്കിയിട്ടുണ്ട് കണ്ടോ. എത്ര വരെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാലിയിൽ കൂടെ പോണ വെള്ളം എന്ന് പറയുന്നത് നമ്മളിത് ഇവിടെ ഒരു ഹോള് പോലെ ഇട്ടിട്ടുണ്ട് കണ്ടോ. പിശായിട്ട് ഈ ചാല് കോരുമ്പോൾ ഇതേ ഈ ഒരു ഹോളിൽ കൂടെയാണ് വെള്ളം പോകാനായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ തോടെന്ന് പറയുന്നത് ഇതേ കണ്ടോ. തോട്ടിൽ നോക്കി വെള്ളം തോട് ഈ തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ അതേപോലെ തന്നെ വെള്ളം നിൽക്കും. ഡീപ്പഷായിട്ട് ചാല് കോരിട്ടൊന്നൊരു കാര്യം ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ പേടി അങ്ങടെ പോലെ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ പോകാം. കുട്ടി വാ വാ ഓടി വാ. ഇനി നമ്മുടെ ഫ്രൂട്ട് പൊട്ടിക്കാട്ടാ. അപ്പോൾ അതായത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടും അതേപോലെ തന്നെ ചൈനീസ് ഓറഞ്ചും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടി നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടുമ്മേ നെറ്റിട്ടത്. അപ്പോൾ അത് ആദ്യം ഊരി കളയട്ടേട്ടാ. മഴയ്ക്ക് ഇത്തിരി തോർച്ച കുറഞ്ഞുണ്ട്, പക്ഷേ ഇതുമത്തെ അട്ടുമത്തെ വെള്ളം വീഴുമ്പോഴേ നല്ല കനത്തിലുള്ള തുള്ളികളാണ് വീഴണേ. അപ്പം ഞാൻ കുട എന്തായാലും താഴെ വയ്ക്കണില്ല, അപ്പം അത് കൂരി എടുക്കട്ടെ. അയ്യോ കൊഴിയുന്ന വേണ്ട, ഞാൻ കുടവിടെ വെക്കട്ടെ കേട്ടാ, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ് ഊരി എടുക്കണോടുകൂടി കൊഴിയും. ഇതിപ്പോൾ ഈ ഒരെണ്ണം കൊഴിഞ്ഞതാ കണ്ട. അപ്പം ഇത് പതുക്കെ ഊരട്ടെ. കണ്ടോ ഈ കൊമ്പമ്മയ്ക്ക് നോക്കിയേ നിറയാട്ടാ. അപ്പം ഞാൻ നെറ്റിട്ട കാരണമായിരിക്കണം കിളികളൊന്നും കൊണ്ടുപോയില്ല. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റംബുട്ടാനുള്ള കാരണം. പതുക്കെ കൊമ്പ് ചാക്കട്ടെ. അങ്ങനെ ഊരെടുത്തു നെറ്റ്. കണ്ടോ നോക്കിയേ നിറയാട്ടാ, നിറച്ചുണ്ട്. അപ്പം ഞാനേ നമ്മുടെ ചൈനീസ് ഓറഞ്ച് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചൈനീസ് ഓറഞ്ച് ഭയങ്കര പുളിയാണല്ലോ. അപ്പോൾ ഇത് ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടാണ് നമ്മൾ ചൈനീസ് ഓറഞ്ച് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. അതിപ്പോൾ ചൈനീസ് ഓറഞ്ച് മാത്രമല്ല, ഇരുമ്പും പുളി എന്ത് പുളിയുള്ള സാധനം ഇത് കഴിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇതാ കുറച്ചുണ്ട്, മുകളിലേക്ക് പൊട്ടിക്കാൻ പാത്രം എടുക്കട്ടെ. ഇതിപ്പോൾ എന്നിട്ടെന്നറിയോ ഇല മൂടി നിൽക്കണ പോലെയാ, എല്ലാ ഇതിലുണ്ട്. എന്താ പറയുക നമ്മുടെ ഈ ഫ്രൂട്ട്. നോക്കിയേ എന്ത് രസമാണ്. അത്രയ്ക്ക് വലിപ്പുണ്ടാവുള്ളൂ, പക്ഷെ ഇത് മതി, അത്രയും മധുര. കണ്ട ഇതേപോലെ അത് നിൽക്കുക കണ്ട, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ്ടോ. എത്ര എണ്ണാന്നറിയണ്ടാവണേ. ഓ ഭംഗിയാണല്ലേ. അപ്പോൾ ഇത്രയും പൊട്ടിച്ചുട്ടോ നമ്മൾ. ഇനി നമ്മുടെ ചൈനീസ് ഓറഞ്ചിൻ്റെ അടുത്തേക്ക് പോകാം. മഴ ഒന്ന് കുറഞ്ഞു, എന്നാലും തലയ്ക്ക് നനഞ്ഞൂട്ടാ. ഈ അട്ടർ വെള്ളം ഇങ്ങനെ വീഴല്ലേ. പിന്നെ നോക്കിയത് നമ്മുടെ റംബുട്ടാൻ. നോക്കി റംബുട്ടാൻ നമ്മുടെ പൊട്ടിക്കാറായി തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ ഒരു വിധം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ പറഞ്ഞാൽ നമ്മൾ വാലിയിട്ടിട്ടും നമ്മുടെ കിളികൾ വെണ്ണാന്മാരൊക്കെ ഒക്കെ തിന്നാനായിട്ട് കിട്ടണമുണ്ട്. അപ്പോൾ ഇതൊന്നും പൊട്ടിക്കണില്ല, 2 ദിവസം കൂടി കഴിഞ്ഞ് പൊട്ടിക്കാറാവും നമുക്കിത്. അപ്പോൾ നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇതാ
മുന്തിരിന് നോക്കട്ടെ, മുന്തിരിയും പോണൊന്നുമില്ല കേട്ടാ. മുന്തിരി അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും ഇപ്പോൾ തിന്നാൻ കിട്ടുന്നത് നമുക്ക് എന്തുകൊണ്ടാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനുമാണ് എല്ലാവരും വന്ന് കഴിക്കണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്തിരിക്കൊലകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. 8 കൊലയും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. നല്ല തിക്കൻസ് ആയിട്ടാട്ടോ അതേ മുന്തിരിക്ക് ഉണ്ടാവണേ. കുറേ കൊലകളുണ്ട്. 8 കൊല ഉറപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ബാക്കിയൊക്കെ ഇടയിലായിട്ടാണ് നിൽക്കണേ, കുഞ്ഞിങ്ങനെ ഉണ്ടോ ഇടകളിലൊക്കെ ആയിട്ട്. മറ്റതൊക്കെ 8 കൊല അടിയിലേക്ക് നന്നായി ഞാൻ കിടന്നു തുടങ്ങി. അപ്പം ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് കണ്ട. ചൈനീസ് ഓറഞ്ച് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഇവിടെ വരുമ്പോൾ പറയും. ഇന്ന് നിറച്ചുണ്ടായിരുന്നു കുറേ. ഈ മഴയപ്പോഴേ പെട്ടെന്നൊരു കൊഴിച്ചിൽ കൊഴിഞ്ഞത്. അപ്പം എടുത്ത് നോക്കി. അപ്പം ഞാൻ കുറച്ച് ചൈനീസ് ഓറഞ്ച് പൊട്ടിക്കാട്ടാ. നമ്മുടെ ഈ ചൈനീസ് ഓറഞ്ച് ഇപ്പോൾ പറിക്കുമ്പോഴേ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ തന്നെ മേലിക്കൊക്കെ നിറച്ച് വെള്ളം വിടാട്ടാ. അപ്പം നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മളിങ്ങനെ കുട്ടികളെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒന്ന് കുലുക്കി കൊടുക്കും. അപ്പം അതേപോലെ എനിക്ക് തോന്നണേ. അതേപോലെ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴാ. അപ്പം ഇതാ കേട്ടോ, ഇനി നമുക്ക് തിന്നാം. അപ്പം ഇത് തിന്നാനായിട്ട് ഞാൻ ഷായറ്റിനോട് വിളിക്കട്ടെ കേട്ടാ. ഷായറ്റിനെ റോട്ടിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവിടെ ചാലുകോരി നിൽക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയ ഷായിട്ട് ഞാൻ മിറാക്കിൾ ഫ്രൂട്ട് എല്ലാം പൊട്ടിച്ചു. പക്ഷേ ചൈനീസ് ഓറഞ്ച് കുറച്ച് കിട്ടുള്ളൂ കേട്ടോ. അത് ഇന്നലെ മഴ പെയ്തപ്പോഴേ അതെല്ലാം കൊഴിഞ്ഞു. ചൈനീസ് ഓറഞ്ച് നമ്മുടെ വലിയ ഓറഞ്ച് പോലെ തന്നെ. വലിയ ഓറഞ്ചല്ലേ, അത് കുഞ്ഞിതായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ്. ഇത് നോക്കിയേ ഭയങ്കര നീരാ ഇതിന്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ആദ്യം ഷായറ്റിനെ മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കട്ടെ, എന്നിട്ട് ചൈനീസ് ഓറഞ്ച് കഴിക്കാം. അല്ലാണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല. മിറാക്കിൾ ഫ്രൂട്ട് നല്ല മധുരട്ടാ. കഴിച്ച് പരിചയമുള്ളവർക്ക് അറിയാം നമ്മുടെ ചൈനീസ് ഓറഞ്ചിന്റെ പുളി എത്രമാത്രം ഉണ്ടെന്ന്. എന്നിട്ട് പോലും ഞാൻ ആ ചൈനീസ് ഓറഞ്ചിന്റെ നേർപ്പകുതി ഷായുടെ വായിൽ വെച്ചെടുക്കുന്നു. ഷായുടെ മുഖത്തേക്ക് നോക്കി നോക്കിയാൽ നല്ല പുളിയുള്ളതാണ് വെച്ചു കൊടുത്തോണം. എന്നിട്ട് നോക്കിയേ, ഒരു കുഴപ്പമില്ല, നല്ല മധുര. ഇത് വേണമെങ്കിൽ ഒക്കെ കഴിക്കാൻ പറ്റും നമുക്കിത്. പക്ഷെ ഈ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നമുക്ക് എന്ത് പുളിയുള്ള സാധനങ്ങളും കഴിക്കാതാ പറയണേ. അടിപൊളിയാട്ടാ ഇതിങ്ങനെ കഴിക്കുമ്പോട്ടാ, അല്ലേ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഈ വെക്കുമ്പോ ഈ 2 തൈ മേടിച്ചു വെച്ചോളൂട്ടാ. മിറാക്കിൾ ഫ്രൂട്ടും ചൈനീസ് ഓറഞ്ച് അടുപ്പിച്ച് തന്നെ വെച്ചോ. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, ചൈനീസ് ഓറഞ്ചിൻ്റെ അടുത്ത് മിറാക്കിൾ ഫ്രൂട്ട്. പക്ഷേ ഇവരെ വളർച്ച നല്ല വലിപ്പം വരും. അപ്പോൾ ഒരു അകലം കണ്ടു വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചൈനീസ് ഓറഞ്ച് വേഗം വലുതായപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് ഒന്ന് ചെറുതായി. അപ്പോൾ നമ്മൾ വേറൊരു തൈ വെച്ച് ഇത്തിരി അകലത്തിൽ നട്ടു. അപ്പോൾ ഈ 2 സാധനം വയ്ക്കുമ്പോഴും ഒരു അകലം കണ്ടു വെച്ചോളൂ, ചൈനീസ് ഓറഞ്ച് പെട്ടെന്ന് വലുതാവും. നമ്മുടെ ഈ മിറാക്കിൾ ഫ്രൂട്ട് നന്നായിട്ട് എന്താ പറയുക, നല്ല ചില്ലകളായിട്ട് ഇങ്ങനെ വളരും. അപ്പോൾ അതിൻ്റെ ഒരു അകലം കണ്ടിട്ട് തന്നെ വെക്കണം കേട്ടോ. നമുക്ക് എല്ലാവരും ഇത് വെച്ചോളോ. ഇത് കഴിക്കുമ്പോ അങ്ങനെ കഴിക്കുമ്പോ നല്ല രസമാണ്. അതന്നെ. അപ്പൊ നിർത്തല്ലേ നമുക്ക്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.